ഹലോ. ഇന്നൊരു നൈറ്റ് ഔട്ടാണ് കേട്ടോ. തൃശ്ശൂരത്തേക്കാണ് പോണത്. നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ പോണത്. ഞാൻ എന്നും വണ്ടി ഓടിച്ചിട്ടാണ് പോവാറ്. ഇന്ന് നമ്മുടെ ഹസ്ബൻഡ് കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ബാക്കിലിരുന്ന് സെയിം പിടിക്കാന്ന് വെച്ചു. അങ്ങനെ പോണ വഴി മൊത്തം അലങ്കാരങ്ങളാണ് കേട്ടോ. മുണ്ടൂര് പെരുന്നാളാണ്, പള്ളിപ്പെരുന്നാളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ അലങ്കരിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തേന്. ജയലക്ഷ്മി എത്തിയപ്പോൾ ജയലക്ഷ്മിയുടെ ഭംഗി കണ്ടപ്പോൾ അതും ഞാൻ എടുത്തു. അങ്ങനെ നമ്മൾ ശക്തനിലെത്തി. ശക്തനിൽ അറിയാലോ, നല്ല ഭംഗിയാണ് രാത്രി കാണാൻ വേണ്ടിയിട്ട്. റൗണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബസ്സിലാണ് കൊടുത്തിരുന്നത്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ബസ് വന്ന് പിന്നെ നിൽക്കാനുള്ളതുകൊണ്ട് മൂപ്പര് പാർസൽ കളക്ട് ചെയ്ത് അവിടെ എത്തിയപ്പോഴാണ് അറിയണത് ഇന്ന് ബോണത്താലെ അതായത് സാന്റാക്ലോസ്മാരുടെ പൂരം എന്നാണ് അതിനറിയപ്പെടുന്നത്. സ്വരാജ് റൗണ്ടിൽ ഒരുപാട് സാന്റാക്ലോസ് അണിനിരന്നിട്ട് നല്ല ഭംഗിയുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പരിപാടി കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരും എല്ലാം കൂടി ഒരുമിച്ച് നിന്നിട്ട് നൃത്തം വെക്കുന്നതും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഞാൻ അങ്ങനെ ആ പരിപാടിയൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ എൻജോയ് ചെയ്തിട്ടാ. ഞങ്ങൾ തൃശ്ശൂരുകാർ പൂരം മാത്രമല്ല കേട്ടോ, ഞങ്ങളെല്ലാ ആഘോഷങ്ങളും ഒരുപോലെ ആഘോഷിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ മതം, ജാതി അങ്ങനെയുള്ള ഒരു വേർതിരിവില്ലേ. ഞങ്ങൾ എല്ലാ പരിപാടിയും പങ്കെടുക്കും കേട്ടോ. അപ്പം ഞങ്ങൾ പരിപാടിയൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചു. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കണ്ടിട്ട് ഇനിയും നിന്നിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടുന്ന് പെട്ടെന്ന് പോന്നിട്ടാ. അപ്പം നല്ല രസമുള്ള പരിപാടിയായിരുന്നു. നമ്മൾ ലൈഫിൽ ഒരു വട്ടെങ്കിലും കണ്ടിരിക്കണം കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.